عليكم ورحمة الله. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. സാധാരണ ക്ലാസ്സുകൾക്കുപരിയായി വളരെ കുറച്ചു നേരം, കൂടുതൽ സമയമൊന്നുമില്ലാതെ, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയത്തേക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ചില മുന്നോട്ടുള്ള ചില സ്റ്റെപ്പുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സൈക്കോളജി വിശിഷ്യ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ, ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് PSC എക്സാം ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് പോവാനാണ് ഈ സന്ദർഭത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളത്. അത് ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യും, നമുക്ക് ഡിസ്കസ് ചെയ്യും. നമ്മുടെ ഒപ്പീനിയൻസും നമ്മുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സമയം കളയുന്നതിലുപരി കിട്ടിയ സാധനങ്ങൾ ഏറ്റവും നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് എടുത്തു വെക്കാനും ഓർത്തു വെക്കാനും കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അടുത്ത സെഷനുകളിലൂടെ അല്ലെങ്കിൽ അടുത്ത ഇതുപോലുള്ള സിറ്റിങ്ങിലൂടെ നമുക്കത് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നിലവിലുള്ള നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഒരു അമാനത്തായിട്ടുള്ള, വളരെ ഒരു ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള ഒരു ലൈഫാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ആ ലൈഫിൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ വർക്കുകൾ കംപ്ലീറ്റ് ആവണം, നമ്മുടെ ജോലി ലഭ്യമായി നല്ലൊരു എക്കണോമിക് ഫ്രീഡം ഉണ്ടാവണം, സ്വസ്ഥമായ ഒരു സാഹചര്യം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉണ്ടായിത്തീരാൻ, അല്ലെ, ഇതുവരെ അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ നമ്മൾ പോന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ നിൽക്കുന്നിടത്തുനിന്ന് അങ്ങോട്ട് ഏറ്റവും നന്നായിട്ട് അത് പ്രസന്റ് ചെയ്യാനും നല്ല രൂപത്തിലായി മാറാനും അതിനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ അൽഹംദുലില്ലാ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ല, നമ്മൾ പൂർത്തീകരിച്ചു, നമ്മൾ ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇതിലേറെ മനോഹരമായിട്ട് അത് പൂർത്തിയാവേണ്ടതുണ്ട്. അതിലേക്കുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ചില നിർദ്ദേശങ്ങളും ചില ഡയറക്ഷൻസും ആവശ്യമുണ്ട്. പ്രാക്ടിക്കലി ചിലത് ചെയ്യാനുണ്ട്, ചില കാര്യങ്ങൾ ഉണർത്താനുണ്ട്. എന്താണ് ഇപ്പൊ സ്ക്രീനിൽ എന്താണ് കാണുന്നത്? Psychology in competitive exams. അപ്പോ സൈക്കോളജി ഇൻ കോമ്പറ്റീറ്റീവ് എക്സാംസ്. ഓക്കെ, ഒരു എന്താണ് സ്ക്രീൻ ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ചേഞ്ച് ആവാൻ ചെറിയൊരു പ്രയാസം കാണുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ സൈക്കോളജി, അതിന്റെ പവർ, അതിനൊരു പവർ ഉണ്ട്. ഇപ്പൊ ഒറ്റ എക്സാമ്പിൾ, സ്ക്രീന് വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒറ്റ എക്സാമ്പിൾ സ്ക്രീൻ വരുമ്പോൾ അതിൽ വന്നോട്ടെ. വരുന്ന സമയത്ത് ഞാൻ അവിടെ സ്ക്രീൻ ചേഞ്ച് വരുത്തുന്നുണ്ട്, ആ രൂപത്തിൽ മാറുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, സൈക്കോളജി ഈ ഒരു എക്സാമിന് എങ്ങനെയാണ് അതിന്റെ ഇടപെടൽ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ഷെയർ ചെയ്ത് വരാം, അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സൈക്കോളജി, മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും നോട്ട് ചെയ്ത് പോയാൽ മനസ്സിലാവും. മനുഷ്യൻ എന്ന് പറയുന്നത് നോർമലി 2 പാർട്ടാണ്. മനുഷ്യന്റെ 2 പാർട്ടാണ് മനുഷ്യനായി മാറുന്നത്. ഒന്ന് അവന്റെ ഫിസിക്കലിയാണ്, മറ്റൊന്ന് അവന്റെ മെന്റലിയാണ്. അപ്പൊ ഫിസിക്കലി, മെന്റലി ഇത് രണ്ടും കൂടി ചേർന്നവനാണ് മനുഷ്യൻ. ഇത് രണ്ടും കൂടി ഏകദേശം ഒരേ അനുപാതത്തിൽ കടന്നു വരുമ്പോഴാണ്, ആ രൂപത്തിൽ അവന് വരുമ്പോഴാണ് അവന് യഥാർത്ഥ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ യഥാർത്ഥ വിജയത്തിലേക്ക് അവൻ എത്തിച്ചേരാൻ അവനെ പ്രാപ്തമാക്കുന്ന 2 മെയിൻ ഘടകമാണ് ഫിസിക്കലി, മെന്റലി. ഫിസിക്കലി ഓൾറെഡി നമ്മുടെ ശരീരമാണ്, ബോഡിയാണ്. മെന്റലി വരുന്നത് നമ്മുടെ പവറാണ്, നമ്മൾ നേടിയെടുത്തിട്ടുള്ള നമ്മുടെ മാനസികമായ കഴിവാണ് അതിൽ വരുന്നത്. ഈ മാനസികമായ ഈ കഴിവിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ, ഏറ്റവും നല്ല രൂപത്തിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ടോട്ടലി
വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കും. വലിയ മാറ്റങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കും. വലിയ കാര്യങ്ങൾ നിർവഹിക്കാൻ അത് സഹായകമായി തീരും. അങ്ങനെ ഫിസിക്കലി മെന്റലി നമ്മളെ ഫിറ്റ് ആക്കുക എന്നുള്ളതാണ്, നമ്മൾ അതിനെ സൂട്ടാക്കുക എന്നുള്ളതാണ്, അതിലെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് അവിടെ സൈക്കോളജി ഇടപെടുന്നത്. അങ്ങനെ സൈക്കോളജി അതിൽ ഇടപെടുമ്പോൾ ആ സൈക്കോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൂടെ, ആ സൈക്കോളജി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൂടെ നമുക്ക് മുന്നേറാൻ പറ്റിയാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. അപ്പോ ആ ഒരു മെന്റലി നമ്മളെ ആ രൂപത്തിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക, എന്നിട്ട് മൈൻഡ് പവർ കൊണ്ട് ഏറ്റവും നന്നായിട്ട് മൈൻഡിലെ മൈൻഡ് സെറ്റ് കൊണ്ട് ഏറ്റവും നന്നായിട്ട് അതിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ സ്ക്രീനിൽ ഒരു ആമ്പലിന്റെ ചിത്രം വന്നോ, ആമ്പൽ ചെടി ചിത്രം വന്നോ? ഇത് വേഗം പറഞ്ഞു പോരാ. ആമ്പൽ ചെടി നമുക്ക് വലിയൊരു മോട്ടിവേഷൻ നൽകുകയാണ്. എന്താ ആമ്പൽ ചെടി നൽകുന്ന മോട്ടിവേഷൻ? എന്താ? അപ്പുറത്തൊക്കെ ചെടികളുണ്ട്, ആ സൈഡുകളിൽ നോക്കി ആ വെള്ളത്തിൽ നിൽക്കുന്ന ആമ്പലിന് പുറമെ അപ്പുറത്തൊക്കെ ചെടിയുണ്ട്. നിൽക്കുന്നിടത്തുള്ള ഈ വെള്ളം ഒന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അപ്പുറത്തുള്ള കരയിലുള്ള ചെടികളൊക്കെ നശിച്ചു പോകും. സ്വാഭാവികമാണ്, വെള്ളത്തിൽ നിൽക്കാൻ പറ്റുന്ന പ്രകൃതിയിലല്ല അവരുള്ളത്. എന്നാൽ ആമ്പൽ ചെടി ആവട്ടെ, ഇത് എവിടെയാണോ നിൽക്കുന്നത്, ആ നിൽക്കുന്നിടത്ത് നിന്ന് എത്ര തന്നെ വെള്ളം വന്നാലും ആ വെള്ളം ഉയർന്നതിനനുസരിച്ച് ആമ്പൽ ചെടി മുകളിലേക്ക് ഉയർന്നു വരും. ആ വെള്ളം ഇനി മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ എത്തുമ്പോഴേക്കും, നമ്മളെ പരീക്ഷ എത്തുമ്പോഴേക്കും വെള്ളം വറ്റി താഴെ ഗ്രൗണ്ട് ലെവലിൽ വളരെ കുറച്ച് വെള്ളമാണെങ്കിൽ അതിന്റെ അത്യാവശ്യം വേണ്ടുന്ന ചെറു ഇലകളിൽ അതവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. എന്നിട്ട് മഴ പോയി കുട്ടികൾ ഫുട്ബോളുമായി ഇറങ്ങി അവിടെ ചവിട്ടി മെതിച്ച് അവർ ആ രൂപത്തിൽ ഗ്രൗണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാലും അത് ആ താഴെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. കാരണം അതിനൊരു ലക്ഷ്യമുണ്ട്, ഒരു ഗോൾ ഉണ്ട്. ഇനി ഒരു മഴ വന്നിട്ട് ആ മഴയിൽ ഇതുപോലെ പൂത്തുനിന്ന് പൂവായി കായായി അതിങ്ങനെ അതിന്റെ ഇലകൾ വിടർത്തി അതിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ മനോഹാരിതയായി ഞാൻ മാറണമെന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു ഉപകാരവുമില്ലാത്ത ഒരു പാഴ്ചെടി മാത്രമായിട്ടുള്ള ആമ്പൽ ചെടി പോലും സ്ട്രഗിൾ ചെയ്ത് നിൽക്കാനുള്ള അതിന്റെ പ്രചോദനം അതാണ്, അതിന്റെ ഗോൾ അതാണ്. അപ്പൊ നമ്മളൊരു സാധാരണക്കാരാണ് നമ്മൾ. ആ നമ്മളുടെ ഗോൾ എത്ര വലുതാണ്, നമുക്ക് നിർവഹിക്കാനുള്ള ഉദ്ദേശം എത്ര വലുതാണ്. ഇതാണ് ആദ്യം ആമ്പൽ ചെടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ ഒരു ആമ്പലിന്റെ വിഷയം മാത്രമല്ല, ആമ്പൽ ചെടി കഴിഞ്ഞാല് നമ്മളെ എടുത്തു വരുന്ന എപ്പോഴും നമ്മൾ കാണുന്ന മറ്റൊരു ജീവിയാണ് തേനീച്ച എന്ന് പറയുന്നത്. തേനീച്ച പറയുന്ന ജീവി അത് വളരെ ചുരുങ്ങിയ ആയുസ്സേ അതിനുള്ളൂ. ChatGPT ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു കാലയളവ്, 6 വീക്ക് എന്ന് കാണാൻ പറ്റും. ChatGPT കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 വീക്ക് എന്ന് കാണാൻ പറ്റും. ഈ 6 വീക്ക് മാത്രമുള്ള തേനീച്ച വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ അവയൊക്കെ ചെറുതാണെങ്കിൽ പോലും, ചെറുതായ ലൈഫാണെങ്കിൽ പോലും, നമ്മളെപ്പോലൊക്കെ ദുർബലമായ ഒരു ജീവിയാണെങ്കിൽ പോലും അവയൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, അത്ഭുതകരമാണ്. ലോകത്ത് വലിയ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ തന്നെ വലിയ വിപ്ലവം സൃഷ്ടിച്ച ജീവിയാണ്. അവർ കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നുണ്ട്. അവര് കഴിക്കുന്ന പൂമ്പൊടി തേനാക്കി മാറ്റിയതിനു ശേഷം അത് ശേഖരിക്കാൻ കൂടുണ്ടാക്കുന്നുണ്ട്. ആ കൂടിന്റെ നിർമ്മിതിയിലെ എക്സലൻ ആകൃതിയിലുള്ള അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തുനിന്ന മെഴുകു ഉപയോഗിച്ച് കൂടുണ്ടാക്കി അവര് അവിടെ വരുന്ന തേനിൽ ഉണ്ടായിട്ടുള്ള ജലാംശത്തെ കളയാനുള്ള ടെക്നോളജി ഒന്നും അവരുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് പോലും, AI സാങ്കേതിക വിദ്യ എന്നവരുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് പോലും അവരെ ചിറക് വിരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, അതിലുള്ള ജലാംശത്തെ ഇങ്ങനെ ജലാംശത്തെ കളഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് ഉരുകി ഒലിച്ചു പോവാതിരിക്കാൻ അതിന് ചുറ്റും നിന്ന് ചിറകടിച്ച ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തുകൊണ്ട് ആഴ്ചകൾ മാത്രം 6 വീക്ക് മാത്രം ആയുസ്സുള്ള നമ്മുടെ ഈ ആയുസ് തീരുമ്പോഴേക്കും
നമ്മൾ ഇവിടെ നിന്ന് ഭൂമി വിട്ടുപോയാലും ഇതിനെ സംരക്ഷിക്കേണ്ട ഒരു ടീമായിട്ട് നമ്മുടെ മക്കൾ, ആ മക്കളെ പ്രൊട്ടക്ട് ചെയ്ത് സൈന്യമായി അവരെ ഫുഡ് കൊടുത്ത് അങ്ങനെ അമൃതമായി, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന അമൃതമായി അല്ലെ, ഏകദേശം ഈ അലോപ്പതി അല്ലാത്ത മറ്റു മെഡിസിനുകളിലൊക്കെ ചേർക്കുന്ന ഒരു മരുന്നായി ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ കയറിയാൽ ചെറിയ ഒരു 100 മില്ലി, അതിന് തന്നെ 1000, 2000, 4000 ഒക്കെ വില വരുന്ന 300-ലേറെ ഡിഫറെന്റ് കളറിൽ പല ഔഷധങ്ങളായി ലഭ്യമാകുന്ന ഒരു തേന് നമുക്ക് നൽകുന്ന ഈ ജീവി അത് നിസ്സാരനാണ്, നമ്മളെക്കാളും ലൈഫാണ്, നമ്മളെക്കാൾ ദുർബലനാണ്, നമ്മളെക്കാളും ആവശ്യമില്ല, നമ്മളെ കഴിവുകളൊന്നും അതിനില്ല. പക്ഷെ അതിന്റെ ലക്ഷ്യം, അത് മുന്നോട്ട് വെക്കുന്ന ഗോൾ അത് വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളും അതിലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഈ സമയത്ത് അത് ചർച്ച ചെയ്യാനുള്ള കാരണം, നമ്മൾ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു ഗോൾഡൻ ടൈമിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഗോൾഡൻ ടൈമിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. എന്തുകൊണ്ടാണ് ഗോൾഡൻ ടൈം എന്ന് പറഞ്ഞത്? PSCക്ക് തയ്യാറാകുന്ന നമ്മുടെ മുമ്പിൽ ഇനി ആമുഖത്തിൽ സംസാരിച്ചതുപോലെ ഷോർട്ട് ടൈമേ നമ്മുടെ മുമ്പിലുള്ളൂ. കുറെ പരീക്ഷകൾ കഴിഞ്ഞുപോയി. ചിലതിലൊക്കെ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിൽ നമ്മൾ എത്തി, ചിലയിടത്തൊന്നും നമ്മൾ ആ രൂപത്തിൽ എത്തിയിട്ടില്ല. അപ്പൊ ദിസ് ഈസ് അവർ ഗോൾഡൻ ടൈം. അതിന് നമുക്ക് മുമ്പിലുള്ള ആ ഒരു ഗോൾഡൻ ടൈമിനെ നമുക്ക് തിരിച്ചറിയാനും ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തി പോകാനും പറ്റണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടുന്ന 1-2 നിർദ്ദേശങ്ങൾ ആണ് ഈ സമയത്ത് എന്ത് ചെയ്യാനുള്ളത്, നൽകാനുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു സംഗതി സ്ക്രീൻ ചേഞ്ച് ചെയ്തൊന്ന് കാണിക്കാൻ പോവാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. സ്ക്രീൻ കാണുന്നുണ്ടാവും, വരുന്നുണ്ട് സ്ക്രീന്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. ഏത് ഗ്ലാസ് ആണ് ഫസ്റ്റ് ഫുള്ളാവുന്നത്? ഏത് ഗ്ലാസ് ആണ്? കാണുന്നുണ്ടാവും. 1 മുതൽ 7 വരെ ഗ്ലാസസ് അവിടെ ഉണ്ട്. ആ ഗ്ലാസസിൽ ഓക്കെ ആൻസർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓക്കെ ഏത് ഗ്ലാസ് ആണ്? ഓക്കെ, പല ആൻസർ ആണ്. നല്ല അല്ലേ, മത്സരത്തിൽ അങ്ങനെ പോവാണ്. ഏതാണ് കൂടുതൽ വന്നിട്ടുള്ളത്? 3 ഉണ്ട്, 1 ഉണ്ട്, പിന്നെ അങ്ങോട്ട് ധാരാളം സാധനങ്ങൾ വരുന്നുണ്ട്. 5 ഉണ്ട്, 6 ഉണ്ട്. അപ്പോ ഇതിനെന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? നമ്മുടെ കാഴ്ചയൊക്കെ ഡിഫറെന്റ് ആണെന്നുള്ള ഒന്നാമത്തെ ചിന്തയാണ്. നമ്മുടെ കാഴ്ച ഡിഫറെന്റ് ആണ്. നമ്മൾ കാണുന്നത് നമ്മുടെ കാഴ്ച പോലും ഡിഫറെന്റ്. എല്ലാവരും ഡിഫറെന്റ് ആണ്. എവറി പേഴ്സൺസ് ആർ ഡിഫറെന്റ്. അപ്പൊ അവിടെയാണ് ഒന്നാമത്തെ ചിന്ത. അവിടെയാണ് എന്താ ഒന്നാമത്തെ ചിന്ത? ഞാൻ മറ്റുള്ളവനെ പോലെയല്ല. എന്റെ നോട്ടം, എന്റെ ചിന്ത, എന്റെ സംസാരം ഒന്നും മറ്റുള്ളവനെ പോലെയല്ല. സത്യത്തിൽ ഏതാണ് ഇതിൽ ഏറ്റവും തോന്നുന്ന ആൻസർ വന്നത്? 7 ആണ്. 7 എന്നുള്ള ആൻസർ തെറ്റാണ്. 7 ഉള്ള ആൻസർ തെറ്റാണ്. എന്തുകൊണ്ട് 7 തെറ്റായതെന്ന് പറയാൻ പറ്റുമായിരുന്നെങ്കിലും 3 കഴിഞ്ഞതിന് ശേഷം 7ലേക്കുള്ളത് ക്ലോസ് ആണ്. ഇവിടെ വരുന്നില്ല. അപ്പൊ ഓക്കെ, അതാണ് അതിന്റെ ആൻസർ തെറ്റായത് വരാൻ കാരണം. അപ്പൊ ഏത് ആൻസർ ആണ് ശരി? അപ്പോ കറക്റ്റ് ആൻസർ ഏതാ? 3 ആണ് കറക്റ്റ് ആൻസർ. 3 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ 6 ക്ലോസ് ആണ്. നമ്മളെ കണ്ണില് അത് വന്നിട്ടില്ല. 6 ക്ലോസ് ആണ്, ഇത് അവിടെ ക്ലോസ് ആണ്. 7 ക്ലോസ് ആണ്, പിന്നെ 5 ക്ലോസ് ആണ്, 2 ക്ലോസ് ആണ്. ചാൻസ് ഉള്ളത് ഓൺലി 1, 2, 4, 3 മാത്രമേ ചാൻസ് ഉള്ളൂ. അതിൽ തന്നെ 4 നിറയണമെങ്കിൽ, 4 പലരും പറഞ്ഞിട്ടുണ്ട്, 4 നിറയണമെങ്കിൽ ആദ്യം 1 ഫുൾ ആവണം. 1 ഫുള്ളായിട്ട് ഇതിലേക്ക് കടന്നതിന് ശേഷം, ഇത് ഫില്ലായതിനു ശേഷം നെക്സ്റ്റ് ഇതിലേക്ക് പാസ് ചെയ്യുള്ളൂ. അതായത് 1ൽ നിന്ന് 2ലേക്ക് പാസ് ചെയ്യണമെങ്കിൽ 3 ഫില്ലായതിനു ശേഷം പാസ് ചെയ്യുള്ളൂ. അപ്പൊ 2 ഫില്ലാവാതെ 4ലേക്ക് എത്തൂല. ഞാൻ ഇതൊരു സിമ്പിളായ, വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതി ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതാ സത്യം. റംസിയ നസീർ അല്ലെ,
എന്ന് പറയുന്ന ഒരാള്, ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ എന്താ? ഇതിൽ പോസിറ്റീവാണ് നമ്മൾ കാണേണ്ടത്, നെഗറ്റീവ് കാണരുത്. ഒന്ന്, നമ്മളെല്ലാവരും ഡിഫറെന്റ് ആണ്. എനിക്കുള്ള പ്രശ്നമല്ല നിങ്ങളുടേത്. പഠിക്കുന്നവർക്ക് എന്റെ പ്രോബ്ലം അല്ല മറ്റുള്ളത്. കോമൺ ആയിട്ട് കുറെ കാര്യം വരുന്നുണ്ട്. മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ് ഓൾറെഡി മനുഷ്യൻ ഒരു ഇമോഷണൽ ആനിമൽ ആണ്. അവന് കുറെ ഇമോഷൻസ് പ്രശ്നങ്ങളുണ്ട്, അവന് കുറെ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ എല്ലാവരും കോമൺ അല്ല. ചില ആൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലാണ് പഠിക്കാൻ പറ്റുക. ചില ആളുകൾക്ക് പ്രശ്നങ്ങൾ വന്നാൽ ഒന്നും പഠിക്കാൻ കഴിയില്ല. ചില ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയം രാത്രിയാണ്, മൂങ്ങയുടെ സമയമാണ്. ചില ആളുകൾക്ക് പകലാണ്, ചിലർക്ക് മോർണിംഗ് ആണ്. ചില ആളുകൾക്ക് മൊബൈൽ ഫോൺ വെച്ച് പഠിക്കാനേ പറ്റുള്ളൂ, ഓൺലൈനേ പറ്റുള്ളൂ. ചില ആളുകൾക്ക് ഓൺലൈന് പറ്റൂല, അവർക്ക് ഓഫ്ലൈൻ തന്നെ വേണം. ചില ആളുകൾക്ക് മത്തി പറ്റൂല, ചില ആളുകൾക്ക് ഐസ്ക്രീം പറ്റൂല, ചില ആളുകൾക്ക് ചിക്കൻ ബിരിയാണി പറ്റൂല, ചിലർക്ക് ബീഫ് പറ്റൂല. പായസം പറ്റാത്തവരൊക്കെ പോയി, ലൈഫ് തന്നെ പോയി. അപ്പോ പലരും പല രൂപത്തിലാണ്. അപ്പൊ നമ്മള് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ അവസ്ഥ നമ്മള് അവിടൊക്കെ നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത വരികയാണ്. അത് പലർക്കും ചില ആൾക്ക് ടെക്സ്റ്റ് വേണം. ഇപ്പൊ ഒരാൾ ടൈപ്പ് ചെയ്തതാ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തെ അവസ്ഥ. ചില ആൾക്കാർക്ക് ടെക്സ്റ്റ്, ധാരാളം മോക്ക് ടെസ്റ്റുകൾ വേണം, ഷുവർ ഷൂട്ട് വേണം, അതേപോലെ തന്നെ പ്രിന്റഡ് നോട്ട് വേണം, എല്ലാതും വേണം. ചില ആൾക്കാർക്ക് അതല്ല. അപ്പൊ ഇത് നമ്മളൊക്കെ ഡിഫറെന്റാണ്. എനിക്ക് മറ്റവരെ പോലെ ആവാൻ കഴിയുന്നില്ലല്ലോ, എന്റെ മകൻ മറ്റുള്ളവരെ പോലെ ആവുന്നില്ലല്ലോ, എനിക്ക് അങ്ങനെ പറ്റില്ല. അത് നമ്മൾ ആലോചിക്കേ വേണ്ട. നമ്മൾ അതിന്റെ മേലെ എത്താനുള്ള കഴിവ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ ഒന്നാമത്തെ സംഗതി ഫസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ 2025 PSC പരീക്ഷയ്ക്ക് പോണ എനിക്കുണ്ടാകുന്ന എന്റെ ഒന്നാമത്തെ സ്കില്ലാണ്, ഫസ്റ്റ് സ്കില്ലാണ് ഫോക്കസിങ് പവർ, കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ തന്നെ നോട്ട് ചെയ്തോ. പരീക്ഷയ്ക്ക് പോണ എനിക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള കഴിവാണ്. ആ ഒരു പവറാണ് എനിക്ക് വേണ്ടത്. ഫോക്കസിങ് ആണ്. ഡിസ്ട്രാക്റ്റഡ് ആണ്, എല്ലായിടത്തുനിന്നും പലതും വന്ന് ഡിസ്ട്രാക്റ്റഡ് ആണ്. ഈ ഡിസ്ട്രാക്റ്റഡ് ആയ എനിക്ക് ഇത് ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഫോക്കസിങ്, അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഫോക്കസിങ് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്താം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഏപ്രിൽ 24 നിശ്ചയിക്കപ്പെട്ട പരീക്ഷയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ ശരിക്കും പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി, മൈൻഡ് പ്രസന്റ് ആയിക്കൊണ്ട് നമുക്ക് അതിലേക്ക് കാണാൻ പറ്റണം. അത് നല്ല ഫിസിക്കലി ഫിറ്റ് ആയാൽ മാത്രം പോരാ. ഫിസിക്കൽ അതിനൊരു പാർട്ടാണ്, തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. തലവേദന ഉള്ള സമയത്ത് പോലും നമ്മളെ മൈൻഡ് ഔട്ടായി പോവും. നമുക്ക് ശാരീരികമായിട്ടൊരു പെയിൻ ഉള്ള സമയത്ത് മൈൻഡ് ഔട്ടായി പോവും. അപ്പം ശാരീരികമായിട്ടുള്ളത് ഇമ്പോർട്ടന്റ് തന്നെയാണ്, അതിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ പ്രസൻസ് ഓഫ് മൈൻഡ് കൂടി, അതിന്റെ കൂടെ മെന്റലി കൂടി അതിനെ നമ്മൾ ഫോക്കസിങ്ങിലേക്ക് വരണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതാണ് ഒന്നാമത്തെ സംഗതി. അപ്പൊ പ്രസൻസ് ഓഫ് മൈൻഡിൽ നമുക്കിതിനെ കാണാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അത് നമ്മുടെ മനസ്സിൽ അവിടെ കുറിച്ചു വെക്കുക. അങ്ങനെ നമ്മൾ മനസ്സിൽ കുറിച്ചു വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനസ്സിൽ അങ്ങനെ നമ്മൾ കുറിച്ചു വെക്കുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹാപ്പി ലൈഫ് നമുക്ക് കിട്ടും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ഹാപ്പി ലൈഫ് നമുക്ക് കൈവരും. നിങ്ങൾക്കിപ്പോ സ്ക്രീനിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഹെൽത്തി ബോഡി പ്ലസ് ഹെൽത്തി മൈൻഡ്, അതാണ് ഹാപ്പി ലൈഫ്. ഇത് രണ്ടും നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റും? അസോസിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. ഇത് രണ്ടിനെയും നമുക്കൊന്ന് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിനെ നമുക്കൊന്ന് മുന്നോട്ട് നയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോ അങ്ങനെ കഴിയാനുള്ള, ആ ഒരു രൂപത്തിൽ കഴിയാനുള്ള ഒരു ഡയറക്ഷൻ മാത്രമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് ഇവിടെ നൽകുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ഫോക്കസ് ചെയ്യുക, ക്രമീകരിക്കുക, നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്യുക. മൈൻഡ് പ്ലസ് മൈൻഡ് സെറ്റ് നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിലേക്കാണ് കടന്നു വരുന്നത്. രണ്ടാമത്തെ സംഗതിയാണ് ദ ബൈസ്റ്റാൻഡർ എഫക്റ്റ്. ആർക്കെങ്കിലും അറിയോ ബൈസ്റ്റാൻഡർ എഫക്റ്റ്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സൈക്കോളജിയിലെ ഒരു ഭാഗമാണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി.
ബൈസ്റ്റാൻഡർ എഫക്ട് കേട്ടിട്ടുണ്ടോ? ബൈസ്റ്റാൻഡിങ് എഫക്ട് എന്ന് പറഞ്ഞാല് അത് 1964 ഒരു അവിടുന്ന് അന്ന് 1964 ഒരു സപ്പോർട്ടല്ല ഓക്കെ. ഇത് 1964 സംഭവിച്ചിട്ടുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വന്ന് അതിനുശേഷം വലിയ പഠനങ്ങൾ നടന്നിട്ടുള്ള സൈക്കോളജിയിലെ ഒരു ഏരിയയാണ് ബൈസ്റ്റാൻഡർ എഫക്ട് എന്ന് പറയുന്നത്. നമ്മൾ രോഗി പേഷ്യന്റ് ഉണ്ടാകുമ്പോൾ പേഷ്യന്റിന്റെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ ബൈസ്റ്റാൻഡർ എന്ന് പറയാം. പക്ഷേ ഈ ബൈസ്റ്റാൻഡർ എഫക്ട് എന്നുള്ളത് സൈക്കോളജിയിൽ പറയാം കുറെ ആളുകൾ ചുറ്റുണ്ട്. ഒരു അങ്ങാടിയിലെ ഒരു സിറ്റിയിലെ അങ്ങാടി വെച്ചിട്ട് ഒരാൾക്കൊരു അപകടം സംഭവിക്കുന്നു, ആക്സിഡന്റ് സംഭവിക്കുന്നു. ഇത് ആരും ആ എഫക്ട് എടുക്കാതെ ഇത് മറ്റവൻ ചെയ്യും, അവൻ ചെയ്യും, ഇവൻ ചെയ്യും, മറ്റവൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യാതെ, ഒരാളും അത് ചെയ്യാതെ, അത് ഡീൽ ചെയ്യാതെ ആ രോഗി അവിടെ കിടന്ന് മരിച്ചു പോകാൻ ഇടയാവുകയും രക്തം വാർന്ന് മരിച്ചു പോയത് അത് ആ ഒരു സംഗതിയെ പഠനം നടത്തിയിട്ട് അതിലൂടെ വന്നിട്ടാണ് എന്ത് ബൈസ്റ്റാൻഡർ എഫക്ട് എന്നുള്ള ഒരു ടീം വന്നിട്ടുള്ളത്, ഒരു സംഗതി വന്നിട്ടുള്ളത്. അപ്പൊ ഇതാ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ പല ആളുകളും ചുറ്റുണ്ട്. ആ ചുറ്റുള്ള ആളുകള് ആ വീണ് കിടക്കുന്ന ആളെ മറ്റവൻ ചെയ്യും, ഞാൻ തിരക്കിലാണ്, എനിക്ക് പറ്റൂല, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ അവനെ തൊട്ടാൽ ഞാൻ എന്ത് ചെയ്യും, അപകടപ്പെടും, ഞാൻ പോലീസ് കേസാവും, എനിക്കിതൊന്നും ചെയ്യില്ല, എനിക്കതൊന്നും താങ്ങാനുള്ള കഴിവില്ല, എനിക്ക് എന്റെ കാര്യം തന്നെ പോക്ക, അങ്ങനെ പറഞ്ഞിട്ട് ആരും ഇടപെടാതെ ആ ആൾ അവിടുന്ന് മരണപ്പെടുകയാണ്. ഇതേ അവസ്ഥ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ മൈൻഡ് സെറ്റ് മാറ്റാതെ ഞാൻ ഇരുന്ന് പഠിക്കുകയാണ്, രാത്രി മുഴുവനും പഠിക്കുകയാണ്, കഴിഞ്ഞ മാസങ്ങൾ മുഴുവൻ പഠിക്കുകയാണ്. ഇപ്പൊ ആരെക്കുറിച്ച് പറയുന്നത്? ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെ കുറിച്ചും പറയാണ്. അപ്പൊ ഞാനിത് ആരെക്കുറിച്ച് പറഞ്ഞു? നമ്മൾ ഓരോരുത്തരെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോ ഫോക്കസിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് അറിയാലോ, ക്ലാസ്സസിന് വീഡിയോ കിട്ടുന്നു, വീഡിയോന്റെ കൂടെ ലൈവ് സെഷൻ കിട്ടുന്നു, ലൈവ് സെഷന്റെ കൂടെ നിങ്ങൾക്ക് അതിന്റെ PDF നോട്ട് കിട്ടുന്നു, PDF നോട്ട് കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് അതിന്റെ ടെസ്റ്റ് കിട്ടുന്നു, മോക്ക് ടെസ്റ്റ് കിട്ടുന്നു, അതിന്റെ വീക്കിലി ടെസ്റ്റ്, മറ്റു ടെസ്റ്റുകളായി ധാരാളം ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഷുവർ ഷൂട്ട്, മൊത്തത്തിലുള്ള ഇവാലുവേഷൻ ഷുവർ ഷൂട്ട് നടക്കുന്നു. ശേഷം അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആൻസർ പറയുന്നതോടെ തന്നെ നിങ്ങൾക്ക് ഷവർമ കഴിക്കാനുള്ള പൈസ അവിടെ കിട്ടുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിൽ എയിം ചെയ്യാനുള്ള ആ കോമ്പറ്റേറ്റീവ് ലഭ്യമാകുന്നു. പിന്നെ നിങ്ങൾ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഗ്രൂപ്പ്, ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഏകദേശം രാത്രി 11 മണി 12 മണി വരെയൊക്കെ പഠിക്കുന്നു, അല്ലെങ്കിൽ ഡിസ്കഷൻ നടക്കുന്നു. അതിന് പുറമെ ചെറിയ പിയർ ഗ്രൂപ്പുകൾ തമ്മിൽ നടക്കുന്നു. ഇങ്ങനെ സൈക്കോളജിക്കൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ തിരക്കുകൾക്കിടയിൽ ഞാനിങ്ങനെ മൈൻഡിന് മുറിവേറ്റ്, മൈൻഡ് പോറലേറ്റ്, ഇത് സൂക്ഷിച്ചു വെക്കാനുള്ള മെമ്മറി എറർ കാണിച്ച് ഇതിങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള എന്റെ ആ മെന്റലി എന്റെ പവർ കുറഞ്ഞ് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള എനിക്ക് എന്റെ മെന്റലി അത് ബ്ലോക്കായി, നമ്മുടെ നാട്ടിലുള്ള ജംഗ്ഷനുകളൊക്കെ ബ്ലോക്കായി കിടക്കുന്ന ബ്ലോക്കായി വേണ്ടത്ര അവിടേക്ക് പവർ എത്താതെ, ഞാൻ കണക്ട് ചെയ്ത എന്റെ കമ്പ്യൂട്ടറിലേക്ക്, എന്റെ മൊബൈൽ ഫോണിലേക്ക് വേണ്ടത്ര പവർ എത്താത്ത രൂപത്തിൽ ഈ പറഞ്ഞ തിരക്കുകൾക്കിടയിൽ നമ്മളിങ്ങനെ പേഷ്യന്റ് ആയിട്ട് കിടക്കുക. അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി അടുത്ത ആഴ്ചയോട് അടുത്ത ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിന്ന് അത് നമ്മൾ തന്നെ മരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാശത്തിലേക്ക് അതെത്തും. പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. ബൈസ്റ്റാൻഡർ എഫക്ട് എന്ന് പറഞ്ഞ പോലെ എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ മൈൻഡിന് ആവശ്യമായ പോഷണം നൽകാതെ, ഒരു ചെടിക്ക് ലഭ്യമാവേണ്ട പോഷണം ലഭിക്കാത്തതുപോലെ മൈൻഡിന് ആവശ്യമായ പോഷണം നൽകാതെ നമ്മളിങ്ങനെ എന്താണ് ഇതൊന്നും ഡീൽ ചെയ്യപ്പെടാതെ കിടക്കാണ്. ഡീൽ ചെയ്യാതെ ഇനി മുന്നോട്ട് പോയാൽ നമ്മൾ തളർന്നു പോകും. നമ്മൾക്ക് മുന്നോട്ട് പോവുക സുഗമമായ യാത്രയ്ക്ക് തടസ്സമായി മാറും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ബൈസ്റ്റാൻഡർ എഫക്ട് പറയുന്നത്. അപ്പൊ നമ്മളെ മൈൻഡ് തിരിച്ചറിഞ്ഞ് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം, മനഃശാസ്ത്രപരമായിട്ട് ഇടപെടാൻ പറ്റണം. നമ്മുടെ മൈൻഡിന് കുറേ പ്രത്യേകതകളുണ്ട്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് കൊടുക്കുകയാണ്. നമ്മൾ നെഗറ്റീവ് തോട്ട് അങ്ങോട്ട് കൊടുക്കുകയാണെന്ന് കരുതിക്കോ. ഫോർ എക്സാമ്പിൾ, വെളുത്ത
ചിറകുള്ള ഒരു കൂട്ടം ആനകൾ അങ്ങനെ പാറി നടക്കുന്നു എന്ന് നീ ചിന്തിക്കരുത് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നീ ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അപ്പോഴേക്കും ചിന്തിക്കും. നീ അതിനെ സ്വപ്നം കാണരുത്. അങ്ങനെ ഒരു വെളുത്ത ചിറകുള്ള ഒരു കൂട്ടം ആനതാ പാറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കരുത് എന്ന് ചിന്തിക്കരുത് എന്നാൽ എല്ലാവരും ഇതാ ആലോചിച്ച ആളുകളൊക്കെ ചിരി ഇടുന്നുണ്ട്. അപ്പൊ എന്താ, മൈൻഡിൽ നോ എന്നുള്ളതില്ല. അപ്പൊ നമ്മൾ മൈൻഡിലൊക്കെ യെസ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ ഈ സ്ട്രഗിളിന്റെ ഇടയിൽ, ഈ തിരക്കിടയിൽ കുടുംബമുണ്ട്, സ്കൂളുണ്ട്, അവസാന ദിവസത്തെ വർക്കുകളുണ്ട്, സ്കൂളിലെ വർക്കുണ്ട്, ഇനി വരാനിരിക്കുന്ന നോമ്പുണ്ട്, ഇതൊക്കെ സമയം കടന്നു വരുമ്പോൾ അതിനിടയിൽ നമ്മൾ സമൂഹ മധ്യേ നമ്മൾ മുറിപ്പെട്ട് കിടക്കുന്ന ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ആൾക്കൂട്ടത്തിൽ നമ്മൾ ഈ എഫക്റ്റ് ഉള്ള ബൈസ്റ്റാൻഡർ എഫക്റ്റ് ഉണ്ടായിട്ടുള്ള ആ ഒരാളെ അവസ്ഥ നമുക്കും വരും. അത് നമുക്ക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറി ചിന്തിക്കണം. അങ്ങനെ മാറി ചിന്തിക്കാനുള്ള അതിനൊരു പോഷണമായിക്കൊണ്ടാണ് ഞാൻ ഈ സത്യത്തിൽ നമ്മുടെ ഈ സെഷൻ നടക്കുന്നത്. ഓക്കെ, മാറി ചിന്തിക്കാനുള്ള ആ ഒരു സംഗതി. ഇപ്പോ സ്ക്രീൻ ചേഞ്ച് ആയോ? ഈ ടെൻഷൻ വരുന്ന ആളുകളുണ്ടല്ലോ, പല കാരണങ്ങളുണ്ട് നമുക്ക് ടെൻഷൻ വരാനിട്ടോ. ഞാൻ ആ സ്ലൈഡ് ഒന്ന് കാണിക്കുകയാണ്. എല്ലാ പ്രോബ്ലത്തിനും നമ്മുടെ മുമ്പിൽ സൊല്യൂഷൻ ഉണ്ട്. എവറി പ്രോബ്ലം ഹാസ് സൊല്യൂഷൻ. ആ രൂപത്തിലാണ് സിട്ടാവ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളതും സംവിധാനിച്ചിട്ടുള്ളതും. ഇന്ന് സംഭവിക്കുമെന്ന് കരുതിയ പലതിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചു. ഇപ്പൊ അതാണ് നമ്മൾ ചർച്ച. ഇന്ന് ഉണ്ടാവുന്ന പലതിനെ കുറിച്ചുള്ള ടെൻഷൻ അടിച്ചുറങ്ങിയ ഞാൻ നേരം വെളുത്തിട്ട് ഇതുവരെ ഈ സമയം 2:17 വരെ അതൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കുന്ന പലതും ഇവിടെ നടന്നിട്ടില്ലല്ലോ. ഉണ്ടാവുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ്, സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ടെൻഷനാണ്. അപ്പൊ നമ്മൾ ഇനി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കാരണം സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ടെൻഷനുകൾ വെറുതെ നമ്മളെ പഠനത്തെ ബാധിക്കുന്നുള്ളതാണ്. അപ്പൊ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ എല്ലാ പ്രോബ്ലവും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളിതിൽ അറിയേണ്ട സംഗതി. അതാണ് പ്രോബ്ലംസ് ലൈഫിൽ നിന്ന് മാറിയ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പൊ ഈ പ്രോബ്ലംസ് അല്ലെ, സ്വാഭാവികമായിട്ടും ചില ഒരു പ്രോബ്ലംസ് കാണുമ്പോഴേക്കും ചിലപ്പോൾ പല ഫീഡ്ബാക്കുകളായിരിക്കും. അല്ല, നിങ്ങളെ ഫീഡ്ബാക്കുകൾക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളെ ഫീഡ്ബാക്കുകൾ, കാരണം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. ഈ ഒരു സാഹചര്യം, നിന്ന് എനിക്കുണ്ടാവുന്ന ഈ ഒരു സിറ്റുവേഷൻ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എപ്പോഴും ഒരുപോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കേട്ടിട്ടില്ലേ ആ സ്ക്രീനിൽ കാണുന്നത് പോലെ, ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം. ഇലങ്ങനെ പൊഴിച്ചു കളയും. അത് വേനലാവുമ്പോ പല ചെടികളും നിങ്ങൾ ഇപ്പൊ തന്നെ കൊഴിച്ചു തുടങ്ങി. അങ്ങനെ അത് കൊഴിച്ചു കളയും. ഇന്ന് അത് കൊഴിയുന്ന സമയമാണെങ്കിൽ നാളെന്തെയും? നാളെ അത് തളിരണിയുന്ന, രണ്ടാമത് കിളിർത്തു വരുന്ന ഒരു കാലമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഓർത്തു വെക്കണം. ഒരു പ്രതീക്ഷ നമ്മുടെ മുമ്പിൽ വേണം. പിന്നെ ആ ഒരു ദിനത്തെയും കവിളിലൂടെ ഒഴുകുന്ന സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, പ്രയാസത്തിന്റെ കണ്ണീരുകൾക്കപ്പുറം നല്ല പുഞ്ചിരി. ആ പുഞ്ചിരി ഉണ്ടെന്നുള്ള ഓർക്കണം. അത് ഓർമ്മ വേണം നമുക്ക്. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. അപ്പോ 5 മിനിറ്റ് മുമ്പേ ഇന്റർനെറ്റ് കണക്ഷനിൽ ചെറിയ പ്രശ്നം വന്നു, പോയി. അത് കഴിഞ്ഞുപോയി. ആ ടൈം കഴിഞ്ഞ് അതിനുശേഷം നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ടൈം വന്നു. ആ ടൈം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ ടൈമിനെ കുറിച്ച് മനസ്സിലാക്കി. അതാണ്, അത്രേ ഉള്ളൂ. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ
സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. ആരൊരാള് പറന്ന് പാടുന്ന് പറഞ്ഞപ്പോ അടുത്ത വരിയും പാടിയതാണ്. അപ്പൊ ഈ കൈപ്പാർന്ന ഇന്നത്തെ ഈ വേദനകളുണ്ടല്ലോ, ഇന്നമഅൽ ഉസ്രി യുസ്ര, ആ കയ്പുകൾക്കപ്പുറം ഒരു മധുരം നമുക്ക് വരാനുണ്ട്. എങ്ങനെ? മാനത്ത് കറുത്ത കാർമേഘം പോലെ ആ കാർമേഘം എന്ത് ചെയ്യും? നാളെ മാറി അടിപൊളിയാവും. ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യും? നാളത്തെ അവസ്ഥകളൊക്കെ മാറി നാളെ സൂര്യൻ ഉദിച്ചു വരും, സൂര്യപ്രഭ കടന്നു വരും. ആ സൂര്യപ്രഭ കടന്നു വരുന്നതിനെ പ്രതീക്ഷിച്ചിരിക്കാൻ നമുക്ക് പറ്റണം. എല്ലാം കഴിഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു. വരാത്ത കുനുത്തൂന്നി റഹ്മത്തിൽ, അള്ളാന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാകരുത് എന്നാണ് നിർദ്ദേശമുള്ളത്. ആ രൂപത്തിലുള്ളവയും ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം, അല്ലേ? ഇരുളാർന്ന രാവുകൾക്കും അപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലകൾക്കപ്പുറം ശാന്തി നൽകുമൊരു ദൈവം കൂടെ ഉണ്ടെന്നോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. അപ്പൊ പ്രിയപ്പെട്ടവരെ, അപ്പൊ കുറച്ചു നേരം മുമ്പുള്ള സാഹചര്യങ്ങളൊക്കെ മാറും, ഈ സിസ്റ്റമൊക്കെ മാറും. മാറ്റേണ്ടതും മാറേണ്ടതും നമ്മളാണ്. നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്താൽ മതി. ഒരു റേഞ്ച് ഒന്നിടം പോകുമ്പോഴേക്കും, റേഞ്ച് ഒന്ന് മാറുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് മാറൂല. മൈൻഡ് പവർഫുൾ ആണ്. അതാണ് നമുക്ക് കിട്ടുന്ന ഹാപ്പിയത, നമ്മൾ നേടിയെടുക്കേണ്ടതാ. നിങ്ങൾക്ക് കേൾക്കേണ്ട രൂപത്തിൽ കേൾക്കുന്നില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നിടത്ത് ഉപകാരപ്പെടുന്നില്ല. ആ ഉപകാരപ്പെടുന്നില്ല എന്നുള്ളത് ഞാനിവിടെ അങ്ങനെ കാണുകയാണ്. പക്ഷെ കണ്ടതുകൊണ്ടായില്ല. നമ്മൾക്കുള്ള മൈൻഡ് സെറ്റ്, നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യുക. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ധാരാളം കാര്യങ്ങൾ താഴോട്ട് ഞാനിങ്ങനെ സ്ലൈഡായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സ്ലൈഡുകളുടെ ഒരു സൈഡിലൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ആ സ്ലൈഡുകൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ സൂചിപ്പിക്കും. കുറേ കാര്യങ്ങൾ, സ്ലൈഡുകൾ തീർക്കലല്ല, സ്ലൈഡുകൾ പറഞ്ഞു തീർത്തു പോവലല്ല ഉദ്ദേശം. നമ്പർ 1, 2025 PSCയിലേക്ക് വരുന്ന എനിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യാനുള്ള കഴിവാണ്. ഫോക്കസ്ഡ് ആവുക, കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുറെ ഡിസ്ട്രാക്ഷൻസുകൾക്കിടയിൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോവാതെ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യലാണ് എന്റെ ഒന്നാമത്തെ സ്കില്ല്. ഈ ഫോക്കസ് അടക്കമുള്ള എന്റെ മൈൻഡിന്റെ പവറാണ് എന്നെ ഹെൽത്തി ആയിട്ടുള്ള ബോഡി പ്ലസ് ഹെൽത്തി ആയിട്ടുള്ള മൈൻഡിലൂടെ എനിക്ക് കിട്ടുന്ന വളരെ ഹാപ്പി ആയിട്ടുള്ള ലൈഫിലേക്കും ആ ഒരു എക്സാമിലേക്കും എന്നെ കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോ എനിക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ ആമ്പലിന്റെ പോലെ ഗോൾ സെറ്റ് ചെയ്യണം. എന്റെ മുമ്പിൽ കടന്നു വരുന്ന കുറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്തും എനിക്കുണ്ടാവണം. അതിന് ടെൻഷൻ കടന്നു വരുന്ന മേഖലയായിട്ടുള്ള കുറെ പ്രോബ്ലങ്ങൾക്ക് നടുവിലുള്ള എനിക്ക് ഈ എന്ത് പ്രോബ്ലം ഞാൻ അനുഭവിക്കുന്നുണ്ടോ അതിനൊക്കെ സൊല്യൂഷൻസ് എന്റെ കൂടെയുണ്ട്. നേരത്തെ ഒരു പിക്ചർ കണ്ടല്ലോ, ആ സൊല്യൂഷൻ കണ്ടെത്തി ഉചിതമായ രൂപത്തിൽ മനഃശാസ്ത്രപരമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോക്കസ് മുന്നോട്ട് വെക്കുന്ന ടൈം ബോണ്ടഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, അതിന്റെ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ്, അതിന്റെ പവർ പോയിന്റ് ക്ലാസ്സോട് കൂടി അതിന്റെ PDF നോട്ടുകൾ, അതിന് നിങ്ങൾക്ക് ഏത് സമയത്തും ഡിസ്കഷൻ, 4 മണി 5 മണിക്ക് ഡിസ്കഷൻ ആഗ്രഹിക്കുന്ന ഡിസ്കഷൻ ഗ്രൂപ്പ്, അതിനാവശ്യമായ ടെസ്റ്റുകൾ അടക്കുന്ന ടെസ്റ്റിന്റെ സെറ്റുകൾ, അങ്ങനെ തുടങ്ങി പരീക്ഷയോട് അടുത്തു വരുന്ന ഷുവർ ഷൂട്ട്, അതിനിടയിൽ നിങ്ങൾക്ക് ഇടക്കിടക്ക് വരുന്ന ആ രൂപത്തിലുള്ള കാര്യങ്ങൾ, നെഹ്വ് പോലുള്ള നിങ്ങൾക്ക് ഇതിൽ ബേസായി കിട്ടേണ്ട നെഹ്വ് ഗ്രാമർ പഠിപ്പിച്ചിരുന്ന ഗ്രമാക്കസ് പോലുള്ള ക്ലാസ്സുകൾ, ഇങ്ങനെ തുടങ്ങി അതിന്റെ കൂടെ
ചെറിയ സമയത്ത് കയറി വരുന്ന ഈ രൂപത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഓർമ്മപ്പെടുത്തലുകളൊക്കെ ആയിട്ട് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റിയാൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ മൈൻഡിലുണ്ടാവും, നമ്മുടെ മൈൻഡ് സെറ്റാവും. നമ്മുടെ സഞ്ചാരം ക്ലിയർ ആണോ അല്ലെ? ആരോ പറഞ്ഞു ഗോള്. ഞാൻ എന്റെ ഒരു അടുത്ത ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ ചെല്ലുന്ന ആ ഒരു സ്പേസ് അതിനെ കൃത്യമായി കണ്ടുകൊണ്ട്, മുമ്പിൽ എവിടേക്കാണ് അവിടേക്ക് കൃത്യമായി കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര. അപ്പോ അത് അവസാനത്തതാണ്, തീരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കാനല്ല, അവസാനത്തെ ഏറ്റവും ബെറ്ററായിട്ട് മാക്സിമം ബെറ്ററായിട്ട് ചെയ്യാൻ എന്നെ പ്രചോദിപ്പിക്കുന്നതായി മാറണം. പലർക്കും ഒരു സംഗതിയിൽ വരുന്നതിൽ നെഗറ്റീവുകളേക്കാണ് നമ്മൾ പോകുന്നതല്ല, അതിൽ കുറെ പോസിറ്റീവുകളുണ്ട്. ഇന്ന് ഞാനിവിടെ എത്താനും, ഇന്ന് ഞാൻ സംസാരിക്കാനും, ഇന്ന് ഞാൻ ഇരിക്കാനും, ഇന്ന് എനിക്ക് ഭാഗ്യം കിട്ടാനും, ഇതിൽ അല്ലെങ്കിൽ ഈ ഒരു പഠിക്കാനുള്ള അവസരം കിട്ടാനൊക്കെ സാഹചര്യം എനിക്ക് കിട്ടിയ ഒരു ബൈ ചാൻസ് ആണ്. ഇതൊന്നും അറിയാത്തതും ചെയ്യാതെ ഇനി അടുത്തൊരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ രൂപത്തിലാണ്. അപ്പൊ എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് നമുക്ക് ഓർത്തുവെക്കാൻ നല്ലത്, ഓർത്തുവെക്കുന്നതിൽ നമുക്കുള്ള പ്രശ്നം എന്താണ്, നമ്മൾ മറന്നു പോവാതിരിക്കാൻ നമ്മൾ എന്ത് മെത്തേഡ് സ്വീകരിക്കണം, എങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുക തുടങ്ങിയ കുറെ ചോദ്യങ്ങൾക്കുള്ള ആൻസറുകൾ അപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നൽകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, കാരണം അത് ആ രൂപത്തിൽ നൽകാം. അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക, ഓർത്തുവെക്കുക. ഈ വിശാലമായ ഈ ഒരു ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. ആ പറഞ്ഞു തന്ന സംഗതി ഒരു കാര്യം കേട്ടിട്ട് അതിൽ മോട്ടിവേറ്റ് ആവാൻ ആർക്കും കഴിയും. പക്ഷെ അങ്ങനെ മോട്ടിവേറ്റ് ആവലല്ല, എന്തെങ്കിലും ഒരു എഫേർട്ട് ഇടലാണ്, എന്തെങ്കിലും ചെയ്തു വെക്കലാണ്. അല്ലേ, മോട്ടിവേറ്റ് ആവാൻ ഏത് പോലീസുകാരനും കഴിയും. പക്ഷെ ഇത് എന്തെങ്കിലും ഒരു 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 വർക്ക് ചെയ്യൽ, അത് ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ ആക്റ്റീവ് ആവാൻ നിങ്ങൾക്ക് പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംസാരത്തിലേക്ക് നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാമെന്ന് ഉണർത്തിക്കൊണ്ട് നിങ്ങളുടെ നന്മയിൽ, നിങ്ങളുടെ പരീക്ഷ കഴിയുന്നത് വരെ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നല്ലൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചിരിക്കുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ, ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.